ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. നാളെ UP സ്കൂൾ ടീച്ചറിൻ്റെ പരീക്ഷയല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് OMRൻ്റെ ഒരു ഷീറ്റ് തരുമ്പോൾ ആദ്യം ഇങ്ങനെയായിരിക്കും. OMRൻ്റെ ഒരു ഡെമോയാണിത്. ഇങ്ങനെ ഒരു OMR ഷീറ്റായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ കൂടെ നിങ്ങളുടെ ഡെസ്കിൽ, നിങ്ങളിരിക്കുന്ന പരീക്ഷാ ഹാളിലെ നിങ്ങളുടെ ഡെസ്കിൽ രജിസ്റ്റർ നമ്പറിൻ്റെ കൂടെ ഒരു ആൽഫബറ്റിക് കോഡ് കാണും. ഇപ്പം ആൽഫബറ്റിക് കോഡ് ഡെസ്കിൽ എഴുതിയേക്കുന്നതും A തന്നെയാണ്, നിങ്ങളുടെ OMR ഷീറ്റിലുള്ളതും A ആണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും A തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാവർക്കും A ആണ് വരുന്നതെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് Bയും നിങ്ങളുടെ OMRൻ്റെ കോഡ് Bയും നിങ്ങളുടെ ഡെസ്കിൽ എഴുതിയേക്കുന്നത് B കോഡുമാവും, അല്ലെങ്കിൽ C കോഡാവാം, അല്ലെങ്കിൽ D കോഡാവാം. അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഡെസ്കിൽ ഏതാണോ കോഡ് എഴുതിയേക്കുന്നത് ആ കോഡ് തന്നെയാണോ നിങ്ങളുടെ OMR ഷീറ്റും, ആ സെയിം കോഡ് തന്നെയാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നും കൂടെ വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് OMRൽ ബബിൾസ് ഫില്ല് ചെയ്യുകയാണ്. ആദ്യം രജിസ്റ്റർ നമ്പറാണ് ഫില്ല് ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പർ തുടങ്ങുന്നത് Z-ലായിരിക്കും. അത് Z-ൽ എഴുതുക. പിന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പിന്നെ നമ്പേഴ്സ് ആയിരിക്കും ഫില്ല് ചെയ്യേണ്ടത്. ആ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. നിങ്ങൾക്ക് 7 നമ്പേഴ്സാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. 7 നമ്പറുകളായിരിക്കും ഇവിടെ വരുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് 1, 2, 3, 4, 5, 6, 7 എന്ന് എഴുതിയേക്കുന്നത്. ഈ 7 എന്നുള്ളതിൻ്റെ താഴെയും ഇതേപോലെ കുറേ ബബിൾസ് കാണും കേട്ടോ. 0 മുതൽ 9 വരെയുള്ള ബബിൾസ് കാണും. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം 1 കിടക്കുന്നത്. അപ്പോൾ 1 നേർക്കുള്ള ബബിള് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇതിപ്പം ഞാൻ ഈ സ്ക്രീനിൽ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഔട്ടർ ലൈനിൽ നിന്നും അകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെളിയിൽ നിന്നും അകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ നമ്പറിൻ്റെ നേർക്കും കറക്റ്റായിട്ട് ആ ബബിൾസ് ഫില്ല് ചെയ്യുക. അതിനുശേഷം 2 സ്ഥലത്ത് നിങ്ങൾക്ക് ഡേറ്റ് എഴുതേണ്ടതായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ചോദിച്ചേക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും, ഒരു സ്ഥലത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പം ഞാൻ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 05/01/1996 ഒരു ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഭാഗത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് കറക്റ്റായിട്ട് അങ്ങനെ എഴുതുക. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാമിനേഷനാണ്. അത് 06/07/2024 അങ്ങനെ തന്നെ എഴുതുക. ഇത് തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ്. അവിടെ നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് UP അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്കാണെങ്കിൽ 707/2023 എന്നെഴുതുക. അതിനുശേഷം UP സ്കൂൾ ടീച്ചർ എന്നെഴുതുക കേട്ടോ. UP സ്കൂൾ ടീച്ചർ എന്നെഴുതുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് OMRൽ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ക്വസ്റ്റ്യന് നോക്കിയിട്ട് അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ ബബിൾ ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് പാർഷ്യലി, അതായത് പകുതി ഒരു സാധനം ബബിൾ ചെയ്തിടരുത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ 1 കൂടുതൽ സാധനങ്ങളും ബബിൾ ചെയ്യരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇൻവിജിലേറ്ററിൻ്റെ സൈൻ താണ്ടെ ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ഇടാനുള്ള ഭാഗമാണ്. ഇവിടെ കറക്റ്റായിട്ട് OMR ഷീറ്റ് നിങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ വെരിഫൈ ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രം OMR തിരിച്ചു കൊടുക്കുക. സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.